ശ്രീ എം ജയചന്ദ്രൻ, മലപ്പുറം വിഷയത്തിൽ ആശയപരമായി ഇവരെല്ലാവരും ഒന്നിക്കുന്ന ഒരു കാഴ്ച കാണുകയാണ്. അത് മാത്രമല്ല, എ.പി. അബൂബക്കർ മുസ്ലിയാർ കേരള യാത്രയിൽ വെള്ളാപ്പള്ളിയെ പരോക്ഷമായി വിമർശിക്കുന്നുമുണ്ട്. സമുദായ നേതാക്കൾ വർഗീയത പറയരുത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എ.പി. അബൂബക്കർ മുസ്ലിയാർ മലപ്പുറം വിഷയത്തിൽ പറയുന്നത് പച്ചയായ വർഗീയത തന്നെയല്ലേ? അല്ല, ഇത് കുറച്ചുകൂടെ സമയം വേണ്ട ഒരു ചർച്ചയാണ് താങ്കൾ ഉന്നയിച്ച ചോദ്യത്തിലുള്ളത്. ഈ ഇനിയുള്ള സമയത്തിന് പോരല്ലോ ഈ ചർച്ചയിൽ എന്തായാലും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, താങ്കളുടെ ചോദ്യത്തിന് മറുപടി എനിക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്നത്, തീവ്രവാദി എന്ന ആ പ്രയോഗമാണല്ലോ താങ്കൾ ഉദ്ദേശിച്ചത്, അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചത്? മലപ്പുറം വിഷയത്തിൽ SDPIക്കൊപ്പവും ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പവും മുസ്ലിം ലീഗിനൊപ്പവും നിലനിൽക്കുന്ന AP-യുടെ ആശയപരമായ ചർച്ച വെള്ളാപ്പള്ളിക്ക് എതിരെ പറയുമ്പോൾ സാമുദായിക നേതാക്കൾ വർഗീയത പറയരുത് എന്ന് AP പറഞ്ഞു വയ്ക്കുന്നത്, അങ്ങനെയാണെങ്കിൽ AP അബൂബക്കർ മുസ്ലിയാരുടെ ആശയം എന്താണ് എന്നുള്ളതാണ്. വർഗീയത തന്നെയല്ലേ അദ്ദേഹവും പറയുന്നത് എന്നുള്ളതായിരുന്നു ചോദ്യം. അതെ, ഇത് ഈ ഞാൻ അതാ പറഞ്ഞത്, ചെറിയ വിഷയമല്ല ഇത്. ഒന്നാമത്തെ പ്രശ്നം, ഈ 1949 തിരുക്കൊച്ചി സംസ്ഥാനങ്ങളിൽ ലയനം ഉണ്ടായല്ലോ. അന്നത്തെ ഒരു ഉടമ്പടി ഉണ്ട്. ആ ഉടമ്പടി കേന്ദ്ര സർക്കാരും നമ്മുടെ VP മേനോൻ പാലക്കാട്ടുകാരൻ അദ്ദേഹവും ആയിരുന്നു അതിൻ്റെ സൂത്രധാരന്മാർ. പിന്നെ തിരുവിതാംകൂർ മഹാരാജാവുമായിരുന്നു. അപ്പം അതിൽ പറയുന്നത്, ഇന്ന് പലരും ഓർക്കുന്ന പോലും ഉണ്ടാവില്ല, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ എന്നാണ്. നമ്മുടെ രണ്ട് സംസ്ഥാനങ്ങളെ ഒന്നിച്ചാക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനത്തിൻ്റെ പേര് തന്നെ പുതിയൊരു സംസ്ഥാനം ഉണ്ടാവുകയാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ. മലബാർ വേറൊരു പ്രവിശ്യയായിട്ട് നിൽക്കുകയാണല്ലോ. പിന്നീട് ഇതെല്ലാം ഒന്നായി 1956 നവംബർ 1 കേരളമാകുമ്പോൾ എത്ര ജില്ലയുണ്ട് കേരളത്തിൽ? 8 ജില്ലയുണ്ട് അന്ന് കേരളത്തിൽ. അത്രേ ഉള്ളൂ. അതിനുശേഷമാണ് ജിയോഗ്രഫിക്കലായിട്ട് ഉള്ള ചില റീഅലൈൻമെൻറ്റ് നടത്തിയിട്ടാണ് മറ്റ് പല, ഇപ്പോൾ തിരുവനന്തപുരം കഴിഞ്ഞാൽ കൊല്ലം, ഇപ്പോൾ ആലപ്പുഴയൊക്കെ പിന്നീടുണ്ടാകുന്ന ജില്ലയാണ്. പത്തനംതിട്ട അറിയാമല്ലോ, അടുത്ത കാലത്ത് കർണാടകയുടെ കാലത്ത് KK നായർ ഉണ്ടായിരുന്ന കാലത്ത് രൂപീകരിച്ചതാണ്. ഇടുക്കിയുണ്ട്, ഇടുക്കിയുടെ ഭാഗമായിരുന്നു പത്തനംതിട്ടയൊക്കെ. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും കൊല്ലത്തിൻ്റെ ഭാഗമായിരുന്നു, കുറച്ച് ഭാഗം എറണാകുളത്തും. അങ്ങനെ നിൽക്കുന്ന ഒരു റീഅലൈൻമെൻറ്റ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും പൊളിറ്റിക്കലോ കമ്മ്യൂണലോ അല്ല, ജിയോഗ്രഫിക്കലായിട്ടുള്ള റീഅലൈൻമെൻറ്റാണ് പിന്നെ വരുന്നത്. അപ്പോൾ ആ ജിയോഗ്രഫിക്കൽ റീഅലൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറിയാണ് ഇപ്പോഴത്തെ ഈ ചർച്ച. ഞാനതാണ് തുടക്കത്തെ സൂചിപ്പിച്ചത്. ഇത് ഏതെങ്കിലും AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രശ്നമല്ല. നിയമസഭയിൽ, കേരളത്തിൻ്റെ നിയമസഭയിൽ ഈ പ്രശ്നം അവതരിക്കപ്പെട്ടതിൻ്റെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. അതാണ് KNA ഖാദർ കൊണ്ടുവന്ന സദൃശനിക പ്രമേയം, ഈ സർക്കാരിൻ്റെ കാലത്ത് കുറുക്കോളി മൊയ്തീൻ കൊണ്ടുവന്ന ചോദ്യോത്തരം. ഇതൊക്കെ സൂചിപ്പിക്കുന്ന എന്താണ്? അവരാരും AP അബൂബക്കർ മുസ്ലിയാരുടെ കക്ഷികളല്ലല്ലോ. അവരെല്ലാം ലീഗിൻ്റെ നേതൃത്വത്തിൽ UDFൻ്റെ MLA-മാരായി ജയിച്ചു വന്നവരാണെന്ന് അസംബ്ലിയിലേക്ക്. അവരാണ് ഈ പ്രമേയം കൊണ്ടുവരുന്നത് അസംബ്ലിയിൽ. അപ്പോൾ അത് ലീഗിൻ്റെ പ്രമേയമാണല്ലോ, ലീഗിൻ്റെ തീരുമാനമാണല്ലോ. UDF അത് അംഗീകരിച്ചിട്ടാണല്ലോ, UDFൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗീകരിച്ചിട്ടാണല്ലോ നിയമസഭയിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ അത് UDFൻ്റെ ആകെയുള്ള ഒരാവശ്യം എന്നുള്ള നിലയ്ക്കാണ് അവതരിപ്പിക്കപ്പെട്ടത് അന്നും, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഈ സർക്കാരിൻ്റെ കാലത്തും. അതിനെ അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ അത് കിട്ടാതെ വന്നപ്പോഴാണല്ലോ ഇപ്പോൾ AP അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന യാത്രയിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അത് അവിടെ വരുന്ന പ്രശ്നം എന്താണ്? നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം, ഇതൊരു ഈ കമ്മ്യൂണൽ ഇഷ്യൂ ആയിട്ട്, കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടി ലീഗ് ഇത്തരം ഒരു സംഭവം തൊടുത്തു വിട്ടിരിക്കുന്നു, അതിൻ്റെ പുറകിൽ ഇവരെ പോലുള്ളവരെ ഇറക്കി വിട്ടിരിക്കുന്നു എന്നുള്ളൊരു പെർസെപ്ഷനാണ് ഉണ്ടാകുന്നത്, അത്രയൊരു വീക്ഷണമാണ് ഉണ്ടാകുന്നത്. അതങ്ങനെയല്ല എന്ന് വിശദീകരിക്കേണ്ടതാരാണ്? UDFൻ്റെ നേതാക്കളാണ്. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട റജിക്ക് അത് കഴിയില്ല. അതായത് UDFൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടില്ലാത്തതുകൊണ്ട് റജിക്ക് ഇത് പറയാൻ പറ്റുന്നതാണുള്ള കാര്യത്തിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ അവർ പറഞ്ഞാലേ റജിക്ക് അതിവിടെ പറയാൻ പറ്റൂ. അപ്പോൾ കമ്മ്യൂണൽ പോളറൈസേഷൻ സഹായിക്കും വിധം മലപ്പുറം ജില്ലയെ രണ്ടാക്കിക്കൊണ്ട് ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കുന്നതിന് UDFന് എന്താണ് മറുപടി, എന്താണ് നിലപാട്? അത് കേരളീയ സമൂഹത്തിനോട് പറയാൻ ബാധ്യസ്ഥരാണ് UDF. ശ്രീ ബി റജി, നമ്മുടെ ഇടത് നിരീക്ഷകൻ M ജയചന്ദ്രൻ ഉന്നയിച്ച ഒരു ചോദ്യമുണ്ട്. ഈ കമ്മ്യൂണൽ പോളറൈസേഷൻ എന്നുള്ളത് UDFന് ഒരിക്കലും വിശദീകരിക്കാൻ കഴിയുകയില്ല, കാരണം അത് അവരുടെ ദൗർബല്യമാണ്, പ്രീണന രാഷ്ട്രീയത്തിൻ്റെ മുഖമാണ് എന്നുള്ളത്. അതിന് മറുപടിയുണ്ട്.
UDF-ന് അതിനൊരു പ്രഖ്യാപിത ലക്ഷ്യമുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ്. ഇന്റർനാഷണൽ കോൺഗ്രസിന് 140 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് രൂപം നൽകിയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്താണ്? പ്രഖ്യാപിത പ്രിൻസിപ്പിൾ എന്താണ്? മതേതരത്വം, ബഹുസ്വരത. അപ്പോൾ ആ സിദ്ധാന്തത്തിൽ ഊന്നിയുള്ള ഒരു നയമാണ്, ഒരു ലീഡർഷിപ്പാണ് കോൺഗ്രസ് നയിക്കുന്ന UDF-നുള്ളത്. അപ്പോൾ UDF-ൽ ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് അവർ ചർച്ച ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത്. ഇവിടെ ബഹുമാന്യനായ ജയചന്ദ്രൻ സാറ് സൂചിപ്പിച്ചതുപോലെ ഇത് ഈ കഴിഞ്ഞ 2019-ലും അതിനുശേഷവും ഒക്കെ ഉണ്ടാകുന്നത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പോൾ ഇവിടെ LDF-നോട് ചേർന്ന് നിൽക്കുന്ന സമസ്ത അദ്ദേഹത്തിൻ്റെ AP വിഭാഗം ഒരു പ്രസ്താവന നടത്തിയത് CPM-നോടോ അല്ലെങ്കിൽ LDF-നോടോ ആലോചിച്ചിട്ടാണോ ചെയ്തിട്ടുള്ളത്? അവരോടൊപ്പം നിൽക്കുന്നതല്ലേ? അപ്പം നമുക്ക് ഓരോ പ്രാദേശിക തലത്തിൽ പ്രാദേശികമായി അവരുടെ ആവശ്യങ്ങൾ പൊതുമാധ്യമത്തിൽ പൊതുരംഗത്ത് ഉന്നയിക്കുവാനുള്ള അവകാശം ഇന്ത്യ മഹാരാജ്യത്ത് ഓരോരുത്തർക്കുമുണ്ട്. പക്ഷേ അത് കോൺക്രീറ്റ് ആയിട്ടൊരു പ്രവൃത്തി പദത്തിൽ എത്തണമെങ്കിൽ ധാരാളം കാര്യങ്ങൾ ചിന്തിക്കണം. പക്ഷേ അങ്ങനെയാണെങ്കിൽ ശ്രീ ബി റജി, നമുക്കറിയാം ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും SDPI ജമാഅത്തെ പിന്തുണ വലതുപക്ഷത്തിന് അല്ലെങ്കിൽ UDF-ന് എന്ന് പറയുമ്പോൾ അതിന്മേൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങൾക്ക് പ്രതിരോധിക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ആരെങ്കിലും തങ്ങൾക്ക് വോട്ട് ചെയ്താൽ അത് നിരാകരിക്കേണ്ട കാര്യമുണ്ട്, അവർ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്നുള്ളതാണ്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിലെ വോട്ട് രാഷ്ട്രീയത്തിൽ തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളിലും ഇത്തരമൊരു നിലപാടാണല്ലോ, അല്ലെങ്കിൽ അവർ ഒരു ഭാഗത്തിരുന്ന് പറയുന്നതിന് തങ്ങൾ എങ്ങനെ ഉത്തരവാദികളാകും എന്നുള്ളത്. പക്ഷേ പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കുന്നത് അവരുടെ അതേ ആവശ്യങ്ങളും നിലപാടുകളും തന്നെയാണല്ലോ. അത് തന്നെയല്ലേ കോൺഗ്രസിന്റെ ഗതികേട്? കോൺഗ്രസിന്റെ പോളിസിയിൽ വിശ്വസിച്ചുകൊണ്ട് ആ സിദ്ധാന്തത്തിലേക്ക് ആകൃഷ്ടരായിക്കൊണ്ട് കോൺഗ്രസിന് ഭരണം ലഭ്യമാക്കുവാൻ വേണ്ടി കോൺഗ്രസിന്റെ പിന്നിൽ അണിനിരക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെ അനുകൂലിക്കുന്നവരാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് ഏകപക്ഷീയമായിട്ടല്ല, അത് ജനങ്ങളുടെ വിശാല താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് കോൺഗ്രസ് സ്വീകരിക്കാറുള്ളത്. അതിലേതെങ്കിലും ഒരു സങ്കുചിത വീക്ഷണം ഒരു കാലഘട്ടത്തിലും കോൺഗ്രസ് സ്വീകരിച്ചിട്ടില്ല. എക്കാലത്തും അത്തരത്തിലുള്ള നിലപാടുകളുമായിട്ടാണ് കോൺഗ്രസ് പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ശരി, ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇടതും വലതും സ്വീകരിക്കുന്ന പ്രീണന രാഷ്ട്രീയം കേരളത്തിന്റെ സാമൂഹിക വ്യവസ്ഥയ്ക്ക് എത്രത്തോളം ആപത്കരമാകും എന്നുള്ളത് തന്നെയാണ് വിശാലമായ അർത്ഥത്തിൽ ഇനി ചർച്ച ചെയ്യേണ്ടത്. അവിടെ തങ്ങളുടെ രാഷ്ട്രീയം ഇതിനൊന്നും കീഴ്പ്പെടുന്നില്ല എന്ന് പറഞ്ഞ് വാദിക്കുമ്പോഴും പലപ്പോഴും മത സാമുദായിക സംഘടനകൾ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.